ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പയോസ് വെർട്ടിക്കോ. അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ റൂം എടുത്തിട്ട് സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ലേറ്റ് ആക്കാതെ പുറപ്പെടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊക്കെ ഫ്രഷായി ഞങ്ങളെ റൂമിൽ നിന്ന് ഇറങ്ങി. ബാംഗ്ലൂർ കൂടെ നമ്മൾ ഇനിയും ഇപ്പോൾ കുറേ യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് അധികം വൈകിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. അവിടുത്തെ സ്ഥലമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ്, അതായത് നമ്മുടെ ഫുഡൊന്നും ഇവിടെ കണി കാണാൻ പോലും കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നും തീരെ ഇഷ്ടമല്ല ഇങ്ങനെ ഓവർ സ്പൈസസ് ഇട്ടിട്ടുള്ള ഫുഡൊന്നും. അവരുടെ മോൻ കണ്ടാലേ അറിയാം അവർക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ എവിടെ പോയാലും ആ സ്ഥലത്തെ ഫുഡ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. എന്നാലും ഇവിടുത്തെ ഫുഡ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ കുറേ നേരം യാത്ര ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു കേട്ടോ. ഇവിടെ റോഡ് സൈഡിലൊക്കെ അധികം കൃഷികളാണ് കേട്ടോ. നമ്മുടെ പരുത്തി, പിന്നെ പൈനാപ്പിൾ, മുന്തിരി തോട്ടങ്ങൾ, അങ്ങനത്തെ കുറേ അധികം കൃഷികളാണ് ഇവിടെ ഉള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിലെത്തിയിട്ടുണ്ട്. അവിടെ അനന്തപുരി എന്ന ജില്ലയിലുള്ള കിയ ഫാക്ടറിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേ 66 പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു ഈ ഹൈവേയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. ചുറ്റും നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഹൈവേയിലൂടെ വരുമ്പോൾ. അപ്പോൾ ഒരു ലിമിറ്റഡ് സ്പീഡ് ഇതിനുണ്ട്. ആ ഒരു സ്പീഡ് കവിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയായിരുന്നു ഇത്. റോഡ് സൈഡിൽ നിറയെ മാവിൻ തോപ്പുകൾ, അതിൻ്റെ സൈഡിൽ ഒരാൾ ഇരുന്നിട്ട് മാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ചുറ്റും മാങ്ങയായിരുന്നു. കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചെന്ന് നോക്കി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ തോട്ടത്തിലുള്ള മാങ്ങയാണത്. അത് പറിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് തന്നെ തരും. അപ്പോൾ നമ്മളങ്ങനെ നമുക്ക് വേണ്ടത് മാങ്ങ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി നമ്മൾ വാങ്ങി നമ്മൾ പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി. നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, നഷ്ടം തന്നെ ആകുമായിരുന്നു. നീലം മാങ്ങ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട മാങ്ങ കഴിച്ചിട്ട് ബാക്കി നമ്മൾ വണ്ടിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ പോയി. അവിടുന്ന് നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടർന്നു. നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് നമുക്ക് ബോറടിക്കില്ല കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 3 മണി അങ്ങനെ ആയപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഓരോന്ന് കഴിച്ചിട്ട് നമുക്ക് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ എടുത്തു പറയേണ്ട കാര്യം അവിടുത്തെ ആംബിയൻസ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. തികച്ചും കാമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. കുട്ടികൾക്കൊക്കെ അതിൻ്റെ ചുറ്റുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടുത്തെ ഹോട്ടലിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട്, എന്തായാലും നമുക്കറിയാത്തൊരു നാട്ടിലേക്ക് പോയതാണല്ലോ, അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് കളയാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് ചുറ്റും കുറച്ച് നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. ഇങ്ങനെ ഫോട്ടോസും വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഗുണം എന്താ പറഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരു സ്ഥലം, ഒരു അന്യനാട്ടിൽ പോയിട്ട് നമ്മൾ കാണുന്ന ചില കാഴ്ചകൾ നമുക്ക് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചാൽ നമുക്കത് വീണ്ടും വീണ്ടും കാണാം. അത് നല്ലൊരു മെമ്മറി ആയിട്ട് കാത്തു സൂക്ഷിക്കാം എന്നുള്ളതാണ്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നാഷണൽ ഹൈവേയിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്ക് അതിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റിയത്. അത് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ എടുത്തു പറയുന്നത് അത്ര അടിപൊളിയായിരുന്നു ഓരോ കാഴ്ചകളും. അതിൽ പകുതിയെ എനിക്ക് വീഡിയോ ആയിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൈദരാബാദിൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. പിന്നെ റോഡൊക്കെ കാണുമ്പോൾ തന്നെ ഹൈദരാബാദ് പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും. റോഡിലൂടെ കാണുന്ന വ്യത്യസ്ത തരം വണ്ടികളൊക്കെ കണ്ടിട്ട് മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു.
ഓക്കെ, അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചതിലും വൈകിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്. എത്ര തിരഞ്ഞിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളങ്ങനെ ടൗണിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ഇവിടുത്തെ ഹൈദരാബാദിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേക്ക് ഉണ്ട്, ഹുസൈൻ സാഗർ ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പ്രത്യേകതകളും അതിലേറെ നമുക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തായതുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത് അവിടെയുള്ള കാഴ്ചകളും കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹുസൈൻ സാഗർ ലേക്കിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ കയറിയപ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ചയാണിത്. പിന്നെ ഹുസൈൻ സാഗർ ലേക്ക് എന്ന് പറയുന്നത് വലിയ ഒരു ലേക്കാണ്, അത് മനുഷ്യനിർമ്മിതമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 5.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കൃത്രിമ തടാകം നഗരത്തിലെ ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു ലേക്കിന് ചുറ്റും പാർക്കാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ രാത്രി ആയാലും ലേസർ ഷോ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുടങ്ങുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. ലേസർ ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. തിരക്കൊഴിഞ്ഞ റോഡായിരുന്നു, അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ലേസർ ഷോ മാത്രമല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്തൊക്കെ നമ്മുടെ ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ പോലെ ഓരോരോ സെക്ഷനായിട്ട് ഓരോരോ പരിപാടികളാണ് ഉള്ളത്. അവിടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റിയ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലേസർ ഷോ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ ഒരു പാർക്ക് കണ്ട്, അപ്പോൾ ഈ പാർക്ക് കണ്ടാൽ കുട്ടികൾ വിടൂലല്ലോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. രാത്രി ആയാലും ഹുസൈൻ സാഗർ ലേക്ക് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ് അവിടെ. അതിൻ്റെ കൂടെ പിന്നെ ലേസർ ഷോയും കൂടെ ആയാൽ പിന്നെ പറയേ വേണ്ടല്ലോ. ഞങ്ങളൊക്കെ ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഞങ്ങളെപ്പോലെ തന്നെ ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലേസർ ഷോ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ലേസർ ഷോ. ലേസർ ഷോ ഞാൻ പറഞ്ഞതുപോലെ അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമുക്ക് കണ്ടിട്ട് മതിയാവുന്നേ ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ലേസർ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഹൈദരാബാദ് ഹൈടെക് സിറ്റിയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരം കാഴ്ചയാണ് അവിടുത്തത്. ഹുസൈൻ സാഗർ ലേക്കും ഹൈടെക് സിറ്റിയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. ഹൈദരാബാദ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇനി ഒരുപാട് പറയാനുണ്ട്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലും ഞാനിടുന്ന വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.